ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മണ്ഡല ആർട്ടാണ്. ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോയിലാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്തതെല്ലാം ബ്ലാക്ക് പെൻ അല്ലെങ്കിൽ മാർക്കറൊക്കെ വെച്ച് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ചെറിയൊരു വട്ടം പോലെ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലവേഴ്സ് പോലെ അതിൻ്റെ ഓരോരോ ഇതളുകളായിട്ട് വരച്ചു കൊടുക്കാം. 1-2 ലെയർ വീതം നമ്മൾ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇതളുകളെ പോലെ വരയ്ക്കാം. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പതിയെ വരച്ചാൽ മതി. വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട്. ഇത് ഞാൻ കുറച്ച് സ്പീഡിലൊക്കെയാണ് വീഡിയോ ഇട്ടേക്കുന്നത്, അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ വരച്ചാൽ മതി. അപ്പോൾ വരച്ച് നോക്കുന്നവരൊക്കെ എനിക്കിതിൻ്റെ ഫോട്ടോ അയച്ചു തരണേ. ഇപ്പം നമ്മൾ 2 ഇതള് പൊക്കത്തായിട്ട് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തൊന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 ഇതളിൽ നിന്ന് താഴോട്ട് നമ്മൾ നീട്ടി വരയ്ക്കണം. 2 സൈഡിൽ നിന്നും വരയ്ക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പല ഷേപ്പുകൾ നമുക്ക് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഷേപ്പ് സത്യം പറഞ്ഞാൽ ഫുൾ ബ്ലാക്കിൽ ചെയ്യാനല്ലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. ബ്ലാക്ക് ആൻഡ് റെഡിൽ ചെയ്യാനാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് റെഡ് എടുത്തില്ലെന്ന് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ അവസാനം റെഡ് ആഡ് ചെയ്യാമെന്ന് കരുതി. റെഡും ബ്ലാക്കും കൂടെ ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ കാണും. പിന്നെ നമുക്ക് റെഡ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഒരു സർക്കിൾ പോലെ നമ്മളിപ്പോൾ വരച്ച ആ ഒരു ഫ്ലവർ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഫുൾ ഒരു സർക്കിളായിട്ട് വരച്ചു കൊടുക്കണം. മേളും താഴെയും 2 സൈഡും. അത്രയും നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ റെഡ് കളർ എടുക്കാം. അപ്പോൾ താഴത്തും കൂടെ നമ്മളിപ്പം പൊക്കത്ത് വരച്ചതുപോലെ തന്നെ ആ ഒരു സെയിം പാറ്റേണിൽ വരച്ച് കൊടുക്കണം. എങ്കിലേ ആ ഒരു പടം ഫിനിഷ് ആവുള്ളൂ. ഇനി റെഡ് വെച്ചാണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ എടുത്തപ്പോൾ ഇടയ്ക്ക് എവിടെയൊക്കെയോ മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ നമ്മൾ ഫുള്ളായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ചെയ്യുക, ഒരു സർക്കിളായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ചെയ്ത അതേ പാറ്റേൺ ബ്ലാക്ക് കളറിൻ്റെ പുറത്തൂടെ നമുക്ക് ഫുൾ അത് കവർ ചെയ്തിട്ട് സർക്കിളാക്കി നമുക്ക് വരയ്ക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് റെഡിൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് ബ്ലാക്ക് ഇടയ്ക്ക് റെഡ് അങ്ങനെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ലെയർ ഫുൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അല്ലെന്ന് ഞാൻ ഓർത്തത്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് അവസാനം റെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ അവസാനം ഫൈനൽ റിസൾട്ട് കാണുമ്പം കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അല്ല അവസാനം ആയപ്പോഴത്തേക്ക് ചെയ്തത്. പിന്നെ അത് റെഡ് ഫുൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വരുന്ന സ്പേസിൽ നമുക്ക് റെഡ് കളർ വെച്ച് കുഞ്ഞു ഡോട്ട്സൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയാണ് അത് കാണുമ്പോൾ. ഇത് വരച്ച് നോക്കുന്നവരൊക്കെ എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഹിമശ്രീ വിനോദ് എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് തന്നെ പോസ്റ്റായിട്ട് ഇടാം. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ആർട്ട് ബൈ ഹിമ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.